ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഇന്ന് ഡിസംബർ 17 ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഒക്ടോബർ 27 നടന്ന എക്സാം ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് 160 മാർക്കിലായിരുന്നു നമ്മുടെ എക്സാം നടന്നത്. 100 മാർക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു, 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിൻ്റെ റിസൾട്ട് ഷോർട്ട് ലിസ്റ്റാണ് വന്നേക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ വളരെ കുറച്ച്, അതായത് കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടിലും ഹാഫ് ആൾക്കാരെ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒബ്ജക്റ്റീവ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത്. കട്ട് ഓഫ് 48.50 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഒബ്ജക്റ്റീവിൻ്റെ ബേസിലാണ് അവർ മാർക്ക് ഇട്ടേക്കുന്നത്. ഇനി ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെ മാത്രമേ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് നോക്കുകയുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ഒരു 60 മാർക്കിൻ്റെ ഉണ്ടായിരുന്നു. പ്രിസി, പിന്നെ 2 എസ്സേ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെ 268 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെയും പിന്നെ സപ്ലിയിലുള്ള കുറച്ച് ആൾക്കാർ, സപ്ലിയിലുള്ളവരും ഉണ്ട്, സപ്ലിയിലുള്ളവരുടെയും ഒക്കെ മാത്രമേ ഡിസ്ക്രിപ്റ്റീവിനെ നോക്കുകയുള്ളൂ. ഇനി അടുത്ത ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും അതുപോലെ വെന്യൂ ഒന്നും അവർ ഇപ്പം ഇതിൽ നമ്മുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് വഴിയെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓരോ വീക്കിലും സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കോൾ ലെറ്റർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ മെയിലിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ലിസ്റ്റ് കുറച്ച് ആൾക്കാർ എടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 268 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ബാക്കി സപ്ലിമെൻ്ററി ലിസ്റ്റിലും പിന്നെ നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളവരും ബാക്കി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ്. ഇനിയുള്ള ഇൻ്റർവ്യൂവിന് നല്ല കട്ടയ്ക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ടൈം. അപ്പോൾ അതിൽ 45 വേക്കൻസീസ് ആണ് സോഫാർ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിനിമം ഒരു 1 ഇയർ ആൻഡ് മാക്സിമം 2 ഇയേഴ്സ് വരെ, അതായത് 3 ഇയേഴ്സ്, അങ്ങനെ 3 ഇയേഴ്സ് വരെ പോകുന്നൊരു ലിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രൊമോഷൻ ആയിട്ട് പോയവരുടെ വേക്കൻസിയും അല്ലാതുള്ള വേക്കൻസിയും ഇൻക്രീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ വട്ടത്ത് നമ്മൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 400 സംതിങ് ആൾക്കാർ നമ്മുടെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ ശരിക്കും 268 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. അത്രയും ചെറിയ ലിസ്റ്റാണ്. വേക്കൻസിയും കഴിഞ്ഞ വട്ടത്തെക്കാട്ടിലും കുറയാനായിരിക്കും ചാൻസ്. കാരണം ഇപ്പോഴത്തെ എക്സാംസിലെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എന്ന് പറയുമ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സാലറി സ്കെയിലുള്ളതും പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ളതും ആയിട്ടുള്ള നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഇക്വലൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ഒരു എക്സാമാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, നമ്മുടെ ക്ലറിക്കൽ ജോബ്, ഇതൊക്കെ തന്നെയാണ് അവരുടെ ജോബ് എന്ന് പറയുന്നത്. ക്ലറിക്കൽ ടൈപ്പ് ജോബാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും അവർ ചെയ്യുന്ന ജോലിയാണെങ്കിൽ പോലും ഹൈക്കോടതി ആയതുകൊണ്ട് കുറച്ചും കൂടി പണി ഉണ്ടാവും, കുറച്ചും കൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും. എന്നിരുന്നാലും പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു പോസ്റ്റാണിത്. അപ്പോൾ അതിൽ നമ്മൾക്ക് പറഞ്ഞു കട്ട് ഓഫ് 48.50 ആണ് ഈ വട്ടം വന്നിട്ടുള്ളത്. എക്സാം അത്യാവശ്യം പാടുള്ള എക്സാം തന്നെ ആയിരുന്നു. കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ആണെങ്കിൽ 53 സംതിങ് ആയിരുന്നു കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് ഈ 48.50 കട്ട് ഓഫ് ആണെങ്കിൽ കൂടി ഈ നമ്മുടെ ഒബ്ജക്റ്റീവിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള ആളാണെങ്കിലും ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്കിന് നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ മാർക്ക് ബേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർക്കാണ്, അതായത് ആദ്യത്തെ റാങ്കിൽ വന്നിട്ടുള്ളവരിൽ ഡിസ്ക്രിപ്റ്റീവിൽ നല്ല മാർക്കുള്ളവരാണെങ്കിൽ നമുക്ക് നല്ല റാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് ഭയങ്കര വേക്കൻസി കുറവുള്ളൊരു പോസ്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വട്ടത്തെ HSCയെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 85+, 100ൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് മാത്രമേ ഇതുവരെ ജോലി ആയിട്ടുള്ളൂ. അപ്പം ഈ മെയിൻ ലിസ്റ്റിൽ വന്നിട്ട് മാത്രം കാര്യമില്ല. ഒരു 50 അല്ലെങ്കിൽ 100-നുള്ളിലെങ്കിലും റാങ്ക് ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അത് ഡിസ്ക്രിപ്റ്റീവാണ് എനിക്ക് ഇതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ പോകുന്നത്. ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ 10 മാർക്കിനുള്ള ഇൻ്റർവ്യൂ ആണ് വരുന്നത്. അതിൽ തന്നെ
3.5 മാർക്ക് മിനിമം ഉള്ളവർക്ക് മാത്രമേ മെയിൻ ലിസ്റ്റിൽ കടക്കാൻ കഴിയുള്ളൂ. അതായത് ഇപ്പം ഷോർട്ട് ലിസ്റ്റ് ഒരു മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇനിയൊരു ലിസ്റ്റും കൂടെ, ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ഇൻ്റർവ്യൂവിന് 35% നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. അതായത് 3.5 മാർക്കെങ്കിലും മിനിമം ഇൻ്റർവ്യൂവിന് വേണം. അങ്ങനെയുള്ളവരെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കയറ്റുള്ളൂ. ഡിസ്ക്രിപ്റ്റീവിനാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിന് കട്ട് ഓഫ് ഒന്നും പറയുന്നില്ല. ഡിസ്ക്രിപ്റ്റീവിന് അതായത് 60 ഡിസ്ക്രിപ്റ്റീവ് മാർക്ക്. അതിൽ ഏത് റേഞ്ച് മാർക്ക് വേണമെങ്കിലും നമുക്ക് കിട്ടാം. കാരണം കഴിഞ്ഞിട്ടത്തെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 60, 40, 50 റേഞ്ചിൽ മാർക്കുള്ളവരും ഉണ്ട്, എന്നാൽ 1 ഡിജിറ്റ് നമ്പർ വരെ മാർക്ക് കിട്ടിയിട്ടുള്ളവരും ഉണ്ട്. അതായത് ഏറ്റവും വലിയ ഇതിൽ നിർണായകമായിട്ട് പങ്ക് വഹിക്കാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതായിരുന്നു നമ്മുടെ എക്സാം. 100 മാർക്കിൻ്റെ ഒരു എക്സാം ആയിരുന്നു. അതിൽ 50 ജനറൽ ഇംഗ്ലീഷും 40 ജനറൽ നോളേജും 10 മാർക്ക് മെൻ്റൽ എബിലിറ്റി ആയിരുന്നു. പിന്നെ 60 മാർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് 1 മണിക്കൂർ ആയിരുന്നു. അതിൽ ഒരു പ്രിസേ റൈറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ കോംപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ 2 എസ്സേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. 3 എസ്സേ തന്നു, അതിൽ 2 പിക്ക് ചെയ്തിട്ടായിരുന്നു എസ്സേ എഴുതേണ്ടത്. അങ്ങനെയായിരുന്നു. 60 മാർക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. 1 അവർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എക്സാം എഴുതിയൊരു കാൻഡിഡേറ്റാണ്. എന്നെ അപേക്ഷിച്ച് 1 അവർ വളരെ കുറവായിരുന്നു. ബിക്കോസ് ഇങ്ങനെ ഒരു എക്സാം നമ്മൾ പ്രിപ്പയർ ആക്കിയിട്ടില്ല. അപ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ടൈം മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്റ്റീവിൽ. പിന്നീടുള്ളത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ 10 മാർക്കിനാണ്. അത് മിനിമം 35%, അതായത് 3.5 മാർക്കെങ്കിലും ഉള്ളവർ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. ഇനിയും എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 48.50 നമ്മുടെ കട്ട് ഓഫ് എങ്കിലും ഞാൻ ഇതിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അവരിട്ട നമ്മുടെ ഫൈനൽ കീ അനുസരിച്ച് എനിക്ക് മാർക്ക് കിട്ടിയത് 47.75 എന്നാണ് ഞാൻ കണക്കാക്കി വെച്ചത്. പക്ഷേ എന്തായാലും എനിക്ക് 48.50 അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എറൗണ്ട് കട്ട് ഓഫിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ മാർക്കുള്ളത്. പിന്നെ ഇനി എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ബേസിലിരിക്കും. ഡിസ്ക്രിപ്റ്റീവിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും അവിടെ നിർണായകമായിട്ട് ആൾക്കാരുടെ റാങ്കിനെ ബാധിക്കുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആവുക എന്നത് തന്നെയാണ്. നോക്കേണ്ട പോർഷൻസൊക്കെ നോക്കുക, പ്രിപ്പയർ ആക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി പറയാനുള്ളത്. ഇനി എക്സാമിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ക്ലറിക്കൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ആ ഒരു ടൈപ്പ് ജോലി തന്നെയാണ്. ഇതൊരു ഗ്രൂപ്പ് സി മിനിസ്റ്റീരിയൽ ജോബ് തന്നെയാണ്. അതായത് നമ്മൾ ബേസിക്കായിട്ട് PSC എഴുതി കിട്ടുന്നൊരു ജോലി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതിൽ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രൊമോഷൻ പോലെ തന്നെ പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള, അതും കുറച്ച് സമയത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ നമ്മൾ HSC ആയിട്ട്, അതായത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റായിട്ട് കയറി കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റായിട്ട് കയറാൻ പറ്റും. വളരെ കുറഞ്ഞ വർഷത്തിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും. അങ്ങനെ സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആവാം, അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് സെക്ഷണൽ ഓഫീസർ ആവാം, പിന്നെ സെക്ഷണൽ ഓഫീസർ ആവാം. ഇതിൽ സെക്ഷണൽ ഓഫീസർ ആവണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം. അസിസ്റ്റൻറ്റ് സെക്ഷണൽ ഓഫീസർ വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി കയറാവുന്നതാണ്. അതുവരെ ഉള്ളത് ഗ്രൂപ്പ് സി മിനിസ്റ്റീരിയൽ തന്നെയാണ്. അതിൽ സെക്ഷണൽ ഓഫീസർ ഇനി അടുത്തത് ഗ്രൂപ്പ് ബി വരും, മിനിസ്റ്റീരിയൽ വരും. സെക്ഷണൽ ഓഫീസർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്, ജുഡീഷ്യറി എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായാൽ മാത്രമേ പിന്നെയുള്ള സെക്ഷണൽ ഓഫീസറും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫയലിംഗ് സ്ക്രൂട്ടണി ഓഫീസർ, അങ്ങനെയുള്ള പോസ്റ്റിലൊക്കെ പോകണമെങ്കിൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് പിന്നെ നമ്മൾ കയറുന്നത്. പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പേ സ്കെയിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എത്രയാണ്? 39,300 മുതൽ 83,000 വരെയാണ് ഇവരുടെ പേ സ്കെയിൽ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളിനി ഇൻ്റർവ്യൂവിന്, ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരും ഇൻ്റർവ്യൂവിന് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ലാബ് അറ്റൻഡർ പോസ്റ്റിനുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. 598/2022 കാറ്റഗറി നമ്പർ ഇതാണ്. ഇതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഉള്ളവർക്ക് PSC നമ്മുടെ സൈറ്റിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറവ് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ലാബ് അറ്റൻഡർ. 13 NJD മാത്രമാണ് സോഫാർ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 3 വർഷത്തിനുള്ളിൽ ഫ്രഷ് വേക്കൻസീസ് വരാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലിസ്റ്റ് ഭയങ്കര ചെറുതായിരിക്കും, ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.